തൃശ്ശൂരിലെ വിവാദങ്ങൾക്ക് പിന്നാലെ ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിലെ MP സ്ഥാനം രാജിവെക്കണമെന്നാണ് ശിവൻകുട്ടി ആവശ്യപ്പെടുന്നത്. ശിവൻകുട്ടിയുടെ ആവശ്യം നടപ്പിലാക്കാൻ സുരേഷ് ഗോപി തീരുമാനിക്കുമോ? അങ്ങനെ രാജിവെച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ പോയാൽ മന്ത്രി ശിവൻകുട്ടി അവിടെ പോയി പാർലമെന്റിലേക്ക് മത്സരിക്കുകയല്ലേ? കാരണം BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കണം. നിയമത്തെ പൂട്ടിച്ചത് ശിവൻകുട്ടിയാണ്. അപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി. ഇനിയും അവിടെ MP കൂടെ ആയിക്കഴിഞ്ഞാൽ ഇനി വേറെന്തെങ്കിലും സ്ഥാനലബ്ധി പിണറായി വിജയൻ വെച്ചിട്ടുണ്ടോ? അപ്പം പക്ഷെ പിണറായി വിജയൻ അങ്ങനെ വിടുമോ? കാര്യം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം കലക്കിയതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ജയിപ്പിച്ചു വിട്ട ഒരാളിനെ പെട്ടെന്നങ്ങ് അവിടെ രാജിവെപ്പിച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. അല്ലെ, ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനത്തിലാണ്. ഒന്നും പറയുന്നില്ല. പണ്ട് തന്നെ സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെ പൂട്ടിക്കുമെന്ന് പറഞ്ഞ ആളാണ്, ഇപ്പൊ മൗനത്തിലാണ്. അതെ, ഞങ്ങൾ നിയമത്തിൽ അക്കൗണ്ട് പൂട്ടിക്കും. പൂട്ടിച്ച ശേഷം ഞാൻ അന്നേ പറഞ്ഞില്ലേ പൂട്ടിച്ചതാണെന്ന്. നിയമത്തെ പൂട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ വിവരം അറിയാൻ തുടങ്ങിയത് അല്ലേ? അതിൻ്റെ ദോഷങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇനിയിപ്പം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു 5 ഇടങ്ങളിൽ BJPക്ക് ജയിക്കാനുള്ള സാധ്യത CPM ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥികൾ പരിഗണിക്കുന്ന നിയമമാണ്. അപ്പോൾ അപ്പോൾ ചോദിക്കും, CPMന് സ്ഥാനാർത്ഥികളില്ലയോ? ഉണ്ട്. CPMലെ വളരെ ഒരു കാലത്തും ജയിക്കാത്ത കുറച്ച് പേരുണ്ടല്ലോ. ഇപ്പം ജെയ്ക് സി തോമസ്, പിന്നെ A റഹീം, ചിന്തോ ജെറോം, ആര്യ രാജേന്ദ്രൻ, ഇങ്ങനെയുള്ളവർക്ക് ഓരോരോ സീറ്റ് കണ്ടുവച്ചിട്ടുണ്ട്. നേമത്തും കായംകുളത്തും അതുപോലെ തന്നെ BJP ജയസാധ്യത വട്ടിയൂർക്കാവിലും ഒക്കെ അവർ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. അത് ഇനി മാറ്റമില്ലാത്ത കാര്യമാണ്. പിന്നെ ശിവൻകുട്ടി ഇങ്ങനെ പലതും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇവർക്കൊരു ഭയമുള്ളത് എന്താണെന്നറിയാമോ? ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൊണ്ടുപോകും. അതാണ് ഇവർക്ക് ഏറ്റവും വലിയ ഷോക്ക്. അതാണ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഭരണത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ. കാരണം കോൺഗ്രസിന് ഇപ്പോൾ 10 സീറ്റേ ഉള്ളൂ. 10 സീറ്റ് എന്തോ ഒരു ഗതികെട്ട ഏർപ്പാടാന്ന് നോക്കണേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ അവിടെ നിയമസഭയിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്തായി? കോൺഗ്രസ് ദീർഘകാലം ഭരിച്ചുകൊണ്ടിരുന്നിടമാണ്. അവിടെ കോൺഗ്രസിന് പറ്റിയ അതേ സ്ഥിതി ഇവിടെ കോർപ്പറേഷനിൽ പറ്റും. ഇവർ നിയമസഭ പിടിക്കാനായിട്ട് കോൺഗ്രസ് നെട്ടോട്ടം നടത്തുന്നുണ്ട്. പക്ഷേ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് യാതൊരു താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും മോശമായിട്ടുള്ള വാർഡ് കൗൺസിലർമാർ വേറെ ഉണ്ടായിട്ടില്ല. അതാണ് അവർക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നറിയാമോ? CPM ഒരുപാട് തന്ത്രങ്ങൾ ഇവിടെ ആവിഷ്കരിക്കും. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ തെക്കും വടക്കും ഓടി നടന്ന് വലിയ ജനകീയ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം BJP ഇവിടെ ഈ ലോക്സഭ ഫലം വെച്ച് നോക്കുമ്പോൾ 72 വാർഡുകളിൽ മുൻപിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് ഇനിയും മാറ്റം വരും. ആകെയുള്ളത് ഇനിയും വരുമ്പോൾ 101 വാർഡാണ്. ഇപ്പോൾ 100 വിഭജനത്തിന് ശേഷം 101 വാർഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവർക്കൊരു ഭയമുണ്ട്. ശിവൻകുട്ടിയും പണ്ട് തിരുവനന്തപുരത്തിൻ്റെ മേയറായിരുന്നു. ഇപ്പോൾ പിൻസീറ്റിൽ ആര്യ രാജേന്ദ്രനെ ഓൾ സയൻസ് കോളേജിൽ ഒരു 30-40 വർഷമായി CPM തുടർച്ചയായി ഭരണം നടത്തുകയാണ്. ആര്യ രാജേന്ദ്രൻ അങ്ങനെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകും അല്ലേ? മറ്റൊരു ചരിത്രത്തിലെ ഭാഗമുണ്ട്, ഏറ്റവും കുറഞ്ഞ മേയർ. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ CPMന്റെ അവസാനത്തെ മേയറുമായിട്ട് മാറുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ആര്യ രാജേന്ദ്രന് എപ്പോഴും ചരിത്രം അവസാനിപ്പിക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ എവിടെ കൊണ്ടു നിർത്തിയാലും തോക്കുമെന്ന് ഉറപ്പാണ്. ആര്യ രാജേന്ദ്രൻ കാരണം CPMന്റെ വേറൊരു MLAക്കും ദോഷമാണ്. സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ ആര്യ രാജേന്ദ്രനിലൂടെ പല കുഴപ്പങ്ങളിലും ചെന്ന് ചാടി ജനകീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരവും ഇതെല്ലാം കൂടിയാവുമ്പം ബാലുശ്ശേരി മണ്ഡലത്തിൻ്റെ കാര്യവും ഏതാണ്ട് തീർപ്പാകും എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് ഈ ശിവൻകുട്ടിക്കൊക്കെ തിരുവനന്തപുരത്താണ് നോട്ടമുള്ളത്. എന്ത് പറഞ്ഞാലും ഈ കോർപ്പറേഷൻ ഭരിച്ചിട്ടുള്ള ഒരാളാണ്. അത് ശിവൻകുട്ടിക്കായാലും കടകംപള്ളിക്കായാലും VK പ്രശാന്തിനും ഒക്കെ ഇവിടെ തിരുവനന്തപുരത്തെ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ.
പ്രശാന്ത് തിരുവനന്തപുരത്ത് മേയറായിരുന്നു. പ്രശാന്ത് പിന്നെ മുരളീധരൻ പാർലമെന്റിലേക്ക് പോയ സമയത്താണല്ലോ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അങ്ങോട്ട് പോയി. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ ബ്രോ എന്ന വിശേഷണം ഒക്കെ കിട്ടിയ അദ്ദേഹം അവിടുന്ന് ഒരു ജനകീയനായതുകൊണ്ട് ജയിച്ചു കയറുകയും ചെയ്തു. അപ്പോൾ ഇത് പോകുന്നത് കൊണ്ടുള്ള കാരണം പല വാർഡുകളും ഇപ്പം നേമം വാർഡിൽ തന്നെ നിയമസഭാ മണ്ഡലത്തിലെ വാർഡുകളിൽ തന്നെ നല്ല പങ്ക് BJP ആണ്. അത് BJPയുടെ 2026 വിജയസാധ്യത ഉറപ്പുവരുത്തുന്നതാണ്. ഇതുപോലെയാണ് ഈ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലവും. അവിടെ കടകംപള്ളി സുരേന്ദ്രനും ഒരു ഭീതിയുണ്ട്. കടകംപള്ളിക്ക് ചിലപ്പോൾ അടുത്ത തവണ സീറ്റ് കൊടുക്കുമോ എന്നുള്ളത് സംശയമാണ്. 2 ടേം പൂർത്തിയാക്കുകയാണ്. പിന്നെ ഇനി അഥവാ നിർത്തിയാലും കടകംപള്ളി ജയിക്കണമെന്നില്ല. കടകംപള്ളിക്കെതിരെ ഒരു ജനവികാരമുണ്ട്. പിന്നെ മുരളീധരൻ ഇറങ്ങുന്നു. മുരളീധരൻ 2021 മത്സരിച്ചു, 16 21 വന്നിട്ട് ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത്. എന്നാലും വോട്ട് കൂടിക്കൊണ്ട് വരികയാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്, ഇനി വോട്ട് വിഹിത വർധനവൊന്നും അല്ല ലക്ഷ്യം, ജയമാണ് ഉറപ്പാക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അതിവിടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. ഈ തിരുവനന്തപുരം പോകുന്നതിൽ തിരുവനന്തപുരവും അതിനോടൊപ്പം തന്നെ ഇവർക്ക് പോകാൻ പോകുന്ന ഒരു കോർപ്പറേഷൻ തൃശ്ശൂരും കൂടാണ്. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ വലിയ ക്ഷീണമായിരിക്കും ഉണ്ടാകുന്നത്. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തിരുവനന്തപുരത്തും തൃശ്ശൂരുമായിട്ട് എങ്ങനെ വന്നാലും ഒരു 5 സീറ്റ് ഉറപ്പിക്കാം. അതിൽ കൂടുതൽ അവർ പറയുന്നുണ്ട്. ഈ 2 കോർപ്പറേഷൻ പിടിക്കുന്നതോടുകൂടി 5 സീറ്റ് നിയമസഭയിൽ ഉറപ്പാകും എന്നുള്ളതാണ്. തിരുവനന്തപുരവും തൃശ്ശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് BJP ഏറ്റവും നോട്ടം കുറിച്ചിരിക്കുന്നതും A ക്ലാസ് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതും. തിരുവനന്തപുരത്ത് പിന്നെ അതുപോലെ തന്നെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലവും നിൽക്കുന്നുണ്ട്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ചാത്തന്നൂർ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതാണ്. അപ്പം കോർപ്പറേഷൻ നോക്കുമ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരും പോയി കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഏറെക്കാലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം. പിന്നെ അതാണ് മറ്റൊരു പിണറായി വിജയനും CPM മൗനം പാലിക്കുമ്പോൾ BJPക്കെതിരെ നിരന്തരം പ്രസ്താവനകളും പരിഹാസങ്ങളുമായി രംഗത്ത് വരുന്ന ശിവൻകുട്ടിയാണ്. അതെന്താ ശിവൻകുട്ടി ഒരു ചാവേറാക്കി മാറ്റാനുള്ള കാരണം എന്തായാലും? അത് ആരെങ്കിലും ഒരാളെ നിർത്തണ്ടേ? രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഇടപെടുന്നുണ്ട്, നേരിടുന്നുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കണം. ഗവർണറുടെ വിഷയത്തിന് അന്ന് ആദ്യമായി ഇറങ്ങിയത് ശിവൻകുട്ടിയാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഭാരതാംബയ്ക്കെതിരെ എത്ര നാള് ശിവൻകുട്ടിക്ക് തിരിഞ്ഞു നിൽക്കാൻ കഴിയും? ശിവൻകുട്ടിയാണല്ലോ ഇറങ്ങി വന്ന് പിന്നെയും വലിയ പ്രസ്താവനയും ഒക്കെ നടത്തിക്കൊണ്ട് നിന്നില്ലേ? എത്ര നാളങ്ങനെ തിരിഞ്ഞു നിൽക്കുമെന്നുള്ളതാണ്. ഭാരതാംബയുടെ ചിത്രവും കൊടുത്ത് ഇങ്ങോട്ട് 6 ഏക്കറെ വിട്ടിരിക്കുന്നത് അമിത്ഷായാണ്. അത് ഒന്നും കാണാതല്ല ചിത്രവും കൊടുത്ത് ഇങ്ങോട്ടേക്ക് വിട്ടതെന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിൻ്റെ ഒരു വേവലാതിയും വെപ്രാളവും ഒക്കെ ഇവർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി ഉടനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെ അങ്ങ് ശിവൻകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, അവിടെ പിന്നെ വോട്ട് കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ഒക്കെ ഇവർക്ക് ജയിക്കണമെന്നില്ലായിരുന്നു. ഇവിടെ ജയിച്ചത് വളരെ ചെറിയ ഭൂരിപക്ഷത്തിലല്ലേ തരൂര് വിജയിച്ചത്? അപ്പോൾ പിന്നെ ഈ പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം നടപ്പിലാക്കാനുള്ള നിയമത്തായിരുന്നല്ലോ. അതെ, സ്വന്തമായി കയ്യിലിരുന്നൊരു മണ്ഡലമാണ് പോയത് 2021.